നമസ്കാരം. പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയുടെ അവിഹിത ബന്ധവും മാനസിക പീഡനവും ചൂണ്ടിക്കാട്ടി നൽകിയ വിവാഹമോചന കേസിൽ ഭർത്താവിന് അനുകൂല വിധി. പുനലൂർ കുടുംബ കോടതി ഭർത്താവിന് വിവാഹമോചനം അനുവദിച്ചതിനൊപ്പം കാനഡയിൽ വാങ്ങിയ വസ്തുവിൻ്റെ 1.82 കോടി രൂപയും നൽകാൻ കോടതി ഉത്തരവിട്ടു. ഭർത്താവിൻ്റെ ശമ്പളം ഉപയോഗിച്ച് ഇരുവരുടെയും പേരിൽ കാനഡയിൽ വാങ്ങിയ 6 ലക്ഷം കനേഡിയൻ ഡോളറിൻ്റെ വീടിൻ്റെ യഥാർത്ഥ മാർക്കറ്റ് മൂല്യം ഇപ്പോൾ 3.60 കോടി രൂപയുടെയാണ്. ഇതിൻ്റെ പകുതി വില ഭർത്താവിന് നൽകാനാണ് കോടതി ഉത്തരവിട്ടത്. കാനഡയിലെ സ്വത്തിൽ ഭർത്താവിൻ്റെ അവകാശം സ്ഥാപിച്ചു നൽകിയ അത്യപൂർവ വിധി കൂടിയാണിത്. പുനലൂർ സ്വദേശി ഡേവിഡ് മാത്യു ആണ് പരാതിക്കാരൻ. കനേഡിയൻ പൗരത്വമുള്ള സാനി കെ ജോൺ മുൻ ഭർത്താവ് ഡേവിഡ് മാത്യുവിന് 1.82 കോടി രൂപ നൽകണം. ഭർത്താവിൻ്റെ ശമ്പളത്തിൽ നിന്നുള്ള പണം കൊണ്ടാണ് വസ്തു വാങ്ങിയതെന്ന വാദം കോടതി അംഗീകരിച്ചു. ഭാര്യയുടെ കൈവശമുണ്ടായിരുന്ന സ്വത്ത് ഡേവിഡ് മാത്യുവിൻ്റേതു കൂടിയാണെന്ന് കോടതി കണ്ടെത്തി. ഹർജിക്കാരന് വേണ്ടി കേരള ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷക വിമല ബിനുവാണ് ഹാജരായത്.